NDA ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് 23,411 എന്ന ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നെങ്കിലും ഉയർന്ന വോളറ്റിലിറ്റി മൂലം ഇന്ന് ഇൻഡെക്സ് 0.13% ഇടിഞ്ഞ് 23,259 ക്ലോസിംഗ് നൽകി. 23,200 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. 23,200 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 23,100, 23,000, 22,900 തുടങ്ങിയ ലെവലുകളെ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല അനലിസ്റ്റുകളും പറയുന്നത് 22,900 മുതൽ 23,500 റേഞ്ചിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ കൺസോളിഡേറ്റ് ചെയ്യുമെന്നാണ്. ഇന്ത്യ വിക്സ് തുടക്കത്തിൽ ഉയർന്നെങ്കിലും പിന്നീട് ഇന്ത്യ വിക്സ് 2.71% ഇടിഞ്ഞ് 16.425 ക്ലോസിംഗ് നൽകി. ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയത് മാർക്കറ്റിൻ്റെ ഫിയർ കുറയുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇന്ന് ഓട്ടോ, IT, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. അതേസമയം പവർ, റിയാലിറ്റി, ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. വിപ്രോ, M&M, LTI Mindtree, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഹീറോ മോട്ടോർ കോർപ്പ്, സിപ്ല, പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ലൂസർ കാറ്റഗറിയിൽ. ഇന്ന് IT ഇൻഡെക്സ് 1.5%, മെറ്റൽ ഇൻഡെക്സ് 0.3%, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് 0.2% ഇടിഞ്ഞപ്പോൾ റിയാലിറ്റി ഇൻഡെക്സ് 1.3% ഉയരുകയും ഹെൽത്ത് കെയർ 0.7%, പവർ സെക്ടർ 0.4% ഉയരുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.5%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1% നേട്ടം രേഖപ്പെടുത്തി. മാർക്കറ്റിൽ വോളറ്റിലിറ്റി പ്രകടമാണെങ്കിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വഴിയും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയും മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയ്ക്ക് ഒരു കുറവും വരുന്നില്ല. മെയ് മാസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തി എന്ന ഡേറ്റയാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യ അല്ലെങ്കിൽ AMFI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് മെയ് മാസത്തിൽ 34,697 കോടി രൂപയാണ് എത്തിയത്. ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ 83% കൂടുതലാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി മെയ് മാസത്തിൽ ഏകദേശം 20,904 കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 20,371 കോടിയാണ്. തുടർച്ചയായ മൂന്നാമത്തെ മാസമാണ് 20,000 എന്ന മൈൽ സ്റ്റോൺ സിപ്പ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി മാർക്കറ്റിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ട് വഴിയും മികച്ച ഫണ്ട് ഇൻഫ്ലോ വരുന്നുണ്ട്. 19,213 കോടി രൂപയാണ് സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റിൽ അതായത് സെക്ടോറിയൽ ആൻഡ് തീമാറ്റിക് ഫണ്ട് വഴി മാർക്കറ്റിലേക്ക് എത്തുന്നത്. സെക്ടോറിയൽ ആൻഡ് തീമാറ്റിക് ഫണ്ടിൽ തന്നെ സ്മാൾ ക്യാപ് ഫണ്ടുകളും മിഡ് ക്യാപ് ഫണ്ടുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മിഡ് ക്യാപ് ഫണ്ട് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ 2,724 കോടിയും സ്മാൾ ക്യാപ് ഫണ്ട് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ 2,605 കോടിയുമാണ്. ഇവിടെ ഫിക്സഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നെറ്റ് ഇൻഫ്ലോയിൽ 77% ഇടിവ് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ഫണ്ട് കാറ്റഗറിയിലേക്ക് ഏകദേശം 17,990 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടുണ്ട്. കൂടാതെ ആർബിട്രേജ് ഫണ്ട് കാറ്റഗറിയിൽ 12,758 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഫണ്ടുകളിലും ETF വഴിയുമുള്ള ഫണ്ട് ഇൻഫ്ലോയും ഉയരുന്നുണ്ട്. ഇൻഡെക്സ് ഫണ്ട് വഴി 4,490 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ വന്നത് മാർക്കറ്റിൽ വരുന്ന ഒരു പോസിറ്റീവ് ട്രാക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ETF വഴി 827 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് മെയ് മാസത്തിൽ മാർക്കറ്റിലേക്ക് എത്തിയത്. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും മാർക്കറ്റിലേക്ക് വരുന്ന ഈ ഒരു ഹെവി ഇൻഫ്ലോ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഓൾ ടൈം ഹൈയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെയും അതുപോലെ തന്നെ സെക്ടോറിയൽ തീമാറ്റിക് ഫണ്ടുകൾ വഴിയുമുള്ള ഫണ്ട് ഇൻഫ്ലോയുടെ ബെനിഫിറ്റ് ലഭിക്കുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് 10.28% ഉയർന്ന് 669 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനി 1:3 എന്ന ബോണസ് എക്സിക്യൂഷൻ നടത്തിയിരുന്നു. മോത്തിലാൽ ഒസ്വാളിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്തവർക്കും 3 ഷെയറുകൾ ബോണസായി ലഭിച്ചു. ബോണസിന് ശേഷമുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന നിലയിലാണ് സ്റ്റോക്ക് 669 രൂപയിലേക്ക് എത്തിയത്. 2024 മാത്രം മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് 113% റിട്ടേണും
2023 83% റിട്ടേണും കഴിഞ്ഞ 3 വർഷം കൊണ്ട് 186% റിട്ടേണും സ്റ്റോക്ക് നൽകി. കമ്പനിയുടെ റീസെൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും പെർഫോമൻസ് മികച്ചതാണ്. 2626 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 35%-നടുത്ത് ROEയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 14 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. അനലിസ്റ്റുകളുടെ കവറേജ് നോക്കുകയാണെങ്കിൽ 4 അനലിസ്റ്റുകളിൽ 3 അനലിസ്റ്റും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1 അനലിസ്റ്റ് ഹോൾഡ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയുടെ അസറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് സ്റ്റോക്കിലും മികച്ച രീതിയിലുള്ള ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ഇന്ന് 700 രൂപ വരെ ഉയർന്നെങ്കിലും 700 രൂപയിൽ നിന്നും പ്രൈസ് റിജക്ഷൻ വരികയും സ്റ്റോക്ക് 667-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. അതേസമയം 530, 540 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് സോണിനടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോയുടെ ബെനിഫിറ്റ് ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് CDSL അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ. CDSL ഇന്ന് 0.57% ഇടിഞ്ഞ് 20,070-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. CDSL എന്ന കമ്പനി ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 21,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 31.3, ROCE 40.2. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനി അതിൻ്റെ സെയിൽസ് 125 കോടിയിൽ നിന്നും 241 കോടിയിലേക്ക് ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് 63 കോടിയിൽ നിന്നും 129 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33%, പ്രോഫിറ്റ് ഗ്രോത്ത് 28%, ROE 29%. പ്രൊമോട്ടേഴ്സിന് 15% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 18% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 21% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 45% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. CDSL എന്ന സ്റ്റോക്ക് 1950-നും 2250-നും ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2250 എന്ന റെസിസ്റ്റൻസ് മറികടന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം സ്റ്റോക്ക് 1850, 1800 തുടങ്ങിയ സോണുകളിലേക്ക് എത്തുമ്പോൾ ബോട്ടം ലെവലിൽ നിന്നും മികച്ച ബൈയിങ് സ്റ്റോക്കിന് ലഭിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്